Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന വളരെ ഈസിയും എന്നാൽ ക്രിസ്പിയുമായ ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് 6-7 പഴമാണ് എടുത്തേക്കുന്നത്. 1.5 കപ്പ് മൈദാ മാവാണ് പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തേക്കുന്നത്. 2 സ്പൂൺ റവ ഞാൻ ഈ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഈ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. പഴംപൊരിക്ക് ഒരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ദോശമാവ് ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ബാറ്റർ വേണം നമുക്ക് ഇതിനാവശ്യം. മാവ് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഴംപൊരിക്ക് എപ്പോഴും ഈ ഒരു പരുവത്തിനുള്ള മാവാണ് ബെറ്റർ. ഇനി നമുക്കത് 20 മിനിറ്റ് ഈ മാവൊന്ന് അടച്ചു വെച്ചേക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള പഴവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈസിയും ക്രിസ്പിയുമായ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.